ഇവിടെ ദൈവന പഠനത്തിനായി ദൈവം നമുക്ക് ഒരുക്കി തന്ന വലിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ആത്മീയ സന്ധ്യാസമയ കർത്താവിദാസൻ സിഞ്ചൻ ജേക്കബ് ദൈവനം സൂക്ഷിക്കാനുമായി നമുക്ക് പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നതിനായി ദൈവത്തിന് സ്വാഗതം ജെയിംസ് ഓറീസിനെ ക്ഷണിക്കുന്നു. ഈ ദൈവം എന്നും നിൻ ദൈവം കൈവിടുമോ നിന്നെ വഴിയിൽ, അവൻ കരുതും നൽകരുതൽ മരണം വരെ നിൻ വഴികൾ. നീ ആർത്തിയിടുക മോദത്തുള്ളിടുക, യേശു നിന്നോഹരിയായി. നീ ആർത്തിയിടുക മോദത്തുള്ളിടുക, യേശു നിന്നോഹരിയായി. അലകൾ നിന്നെ നടുക്കിൽ പടകലഞ്ഞുലഞ്ഞിടുമ്പോൾ ഒട്ടുമേ നീ പതറിടല്ലേ. ചാരെ വന്നിടും നിൻ നായകൻ. അലകൾ നിന്നെ നടുക്കിൽ പടകലഞ്ഞുലഞ്ഞിടുമ്പോൾ ഒട്ടുമേ നീ പതറിടല്ലേ. ചാരെ വന്നിടും നിൻ നായകൻ. നീ ആർത്തിയിടുക മോദത്തുള്ളിടുക, യേശു നിന്നോഹരിയായി. നീ ആർത്തിയിടുക മോദത്തുള്ളിടുക, യേശു നിന്നോഹരിയായി. നിന്നയെ നീ ഭയപ്പെടേണ്ട, ഘോര ചെങ്കടലിൻ മുൻപിലും നീട്ടുക നിൻ ഭുജം ധൈര്യമായി. പാത നിൻ മുൻപിൽ തുറക്കുമവൻ. നിന്നയെ നീ ഭയപ്പെടേണ്ട, ഘോര ചെങ്കടലിൻ മുൻപിലും നീട്ടുക നിൻ ഭുജം ധൈര്യമായി. പാത നിൻ മുൻപിൽ തുറക്കുമവൻ. നീ ആർത്തിയിടുക മോദത്തുള്ളിടുക, യേശു നിന്നോഹരിയായി. നീ ആർത്തിയിടുക മോദത്തുള്ളിടുക, യേശു നിന്നോഹരിയായി. ഒരു നാൾ നീ എത്തിടുമാ ശോഭിത തുറമുഖത്ത്. കാന്തന്മാർ വരില്ലെന്നു നീ വിശ്രമം നേടും നിശ്ചയം. നീ ആർത്തിയിടുക മോദത്തുള്ളിടുക, യേശു നിന്നോഹരിയായി. നീ ആർത്തിയിടുക മോദത്തുള്ളിടുക, യേശു നിന്നോഹരിയായി. ഈ ദൈവം എന്നും നിൻ ദൈവം കൈവിടുമോ നിന്നെ വഴിയിൽ, അവൻ കരുതും നൽകരുതൽ മരണം വരെ നിൻ വഴികൾ. നീ ആർത്തിയിടുക മോദത്തുള്ളിടുക, യേശു നിന്നോഹരിയായി. നീ ആർത്തിയിടുക മോദത്തുള്ളിടുക, യേശു നിന്നോഹരിയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആത്മീയമായി വളരെ ഉത്തരം നൽകുന്ന നല്ലൊരു പാട്ട് ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസരുടെ കേൾപ്പാൻ തക്കവട്ടിയായി തീർന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ. ആകിയാൽ അലിയ ഭയത്തോടെ ഭക്തിയോടെ തിരുവചനത്തിന് മുമ്പിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. വചന കേൾവിക്കായി നമ്മളെ കാതുകളെ തിരിക്കാം. ദൈവവചനം പഠിപ്പിക്കുന്നതായി കർത്താവിന്റെ ദാസൻ സിഞ്ചൻ ജേക്കബിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കിയ വലിയൊരു അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഞാൻ എല്ലാ ദിവസവും പറയാറുള്ളത് പോലെ ഇതൊരു എല്ലാ ബുധനാഴ്ചയും നമ്മൾ ചെയ്യുന്നു വരുന്ന ഒരു
റിച്വലായിട്ട് മാറാതെ, അല്ലെങ്കിൽ എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ വരുന്നു, നമ്മൾ ദൈവവചനം കേൾക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിലോട്ട് നമ്മളൊന്ന് വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രേരണയിലായിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നമ്മൾ ഈ സമയത്ത് ഈ പ്രേയർ ലൈനിലായിരിക്കുന്നത് യാദൃശ്ചികമല്ല. We could have been somewhere else, but God ordained in such a way that we are in this prayer line, just because of one reason. His name should be glorified, and we need to be taught, and we need to understand what God wants us to hear. Praise the Lord. Any conversation, ഏതൊരു കൺവെർസേഷൻ നിങ്ങൾ എടുത്ത് നോക്കിക്കാൻ, അതിൽ രണ്ട് പാർട്ടികൾ ഒരുമിച്ച് യോജിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യുന്നില്ലെങ്കിൽ ആ കൺവെർസേഷൻ ഈസ് ഫ്യൂട്ടൈൽ. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഒരു ക്ലാസ് റൂമിൽ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഒരു പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ വിശ്വാസികൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി ഉറങ്ങിയാൽ അല്ലെങ്കിൽ ഒരു വ്യക്തി പ്രതികരിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? അപ്പൻ മക്കളോട് സംസാരിക്കുമ്പോൾ മക്കൾ പ്രതികരിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്നത് പോലെ, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം ആര് സംസാരിച്ചാലും വചനത്തിന് ബന്ധനമില്ല. അത് ആ വ്യക്തിയല്ല സംസാരിക്കുന്നത്, അതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നു. അതുകൊണ്ട് അതിനൊരു പ്രതികരണം ആവശ്യമാണെന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കും. പ്രതികരണമില്ലാത്ത എല്ലാ കൺവെർസേഷനും വൺ സൈഡ് കൺവെർസേഷൻ ആണ്, ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബിക്കം ഫാക്റ്റീവ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ നമ്മൾ ആയിരിക്കുമ്പോൾ God wants us to engage. God wants us involved in the conversation. ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കണം. ആ പ്രതികരണം അവന്റെ ജീവിതത്തിലെ ഒരു സമർപ്പണമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് ഒരു എത്തിനോട്ടമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെടുത്ത തീരുമാനത്തെ പുതുക്കലായിരിക്കാം, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കലായിരിക്കാം, അല്ലെങ്കിൽ അനുതാപത്തോടെ കരയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നാളെ കർത്താവേ നീ എന്നെ ഏൽപ്പിച്ചതായ കാര്യം ചെയ്യുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് വീണ്ടും നമ്മുടെ ജീവിതത്തെ റീസറണ്ടർ ചെയ്യുന്നതായിരിക്കാം. Whatever it could be, the responses could be different, but there should be a response. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ റെസ്പോൺസ് ഇല്ലാത്ത ഒരു ദൈവവചന കേൾവിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. Let me repeat that. There should not be any time when we hear the word of God and there is no response. That means we are ending the conversation without being effective. Praise the Lord. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് പ്രാരംഭമായിട്ട് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 10-ാം അധ്യായത്തിൽ നിന്നും ചില ചിന്തകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലായിട്ട് കാണുവാനിടയായിത്തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം. 11-ാം അധ്യായത്തിന്റെ പ്രാരംഭ ചില വാക്യങ്ങൾ, 5 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദയിലുള്ള സഹോദരന്മാരും കേട്ടു. പത്രോസ് യെരൂശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു. പത്രോസ് കാര്യം വായിച്ചു. 5-ാം വാക്യം വരെ വായിച്ചു. പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞത്, ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവശതയിൽ ഒരു ദർശനം കണ്ടു. ആകാശത്ത് നിന്ന് 4 കോണും കെട്ടിയിറക്കിയ വലിയ തുപ്പട്ടി പോലെ ഒരു പാത്രം എന്റെ അടുക്കലോളം വന്നു. മതി. പ്രാരംഭമായിട്ട് നമ്മളത് വായിച്ച് മുന്നോട്ട് പോവുകയാണ്. പിന്നീട് നമുക്ക് തുടർന്നുള്ളതായ വാക്യങ്ങൾ സമയത്തിന്റെ പരിമിതി അനുസരിച്ച് നമുക്ക് വായിക്കാം. ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം. 10-ാം അധ്യായത്തിൽ വളരെ ശക്തമായിട്ട് ഒരു മിനിസ്ട്രി പത്രോസിനോട് ചേർന്നുള്ളവരും ചെയ്തു. കൊർന്നല്യോസും ഭവനവും എന്ത് ചെയ്തു? അവർ കർത്താവിനെ അംഗീകരിച്ചു, അവർ സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നു. വളരെ ശക്തമായ ഒരു റിവൈവൽ ജാതികളുടെ ഇടയിൽ ആരംഭിച്ച് ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മിഷൻ യാത്ര കഴിഞ്ഞ്
സെന്റർ ഫെയ്ത്തോമിലോട്ട്, ഞാൻ നമുക്ക് പറയുന്ന മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണ്, എരിശിലോമിലോട്ട് തിരിച്ചു വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ദൈവസഭയിൽ അല്ലെങ്കിൽ ദൈവിക ഭവനത്തിൽ വ്യക്തികളുടെ ഇടയിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പൊ ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഔട്ട്കം വെച്ച് നോക്കുമ്പോൾ, when we see the end. 6-ാം അധ്യായത്തിലും നമ്മൾ ഇതുപോലെ ഒരു കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് പെട്ടെന്ന് വായിക്കാൻ വേണ്ടി. 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, അപ്പോസ്തലപ്രവൃത്തി 6:1. നമ്മളത് കണ്ട കാര്യമാണ്. ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതി ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിക്കുന്നു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. അപ്പോൾ അവിടെ ദാറ്റ് ഈസ് മോർ ഓഫ് എൻ ഇന്റേണൽ ഇഷ്യൂ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ വന്നതായ ഒരു കാര്യത്തെക്കുറിച്ച് ഉള്ളതായ ഒരു ഇഷ്യൂ ആണ്. മോർ ഓഫ് എൻ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ ആശയങ്ങൾ തമ്മിലുള്ളതായ ഒരു പോരാട്ടം അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടലാണ് നമ്മളോട്. ആശയങ്ങളല്ല, വ്യക്തികളുടെ പ്രയോറിറ്റി മാറിയതനുസരിച്ച് ഉണ്ടായ ഒരു ഏറ്റുമുട്ടലാണ് അല്ലെങ്കിൽ ഒരു സംഘർഷമാണ് നമ്മളോട് കണ്ടത്. അത് വളരെ അമിക്കബിൾ ആയിട്ട് പരിഹരിക്കപ്പെട്ടു. ആ പ്രശ്നത്തിന്റെ പരിഹാരമായിട്ട് വന്ന ഒരു സംഭവമാണ്, ഒരു 7 പേരെ അവർ തിരഞ്ഞെടുത്തു. അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആരെ? സ്തെഫാനോസ്. അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആരെ? ഫിലിപ്പോസ്. നമ്മളതെല്ലാം വളരെ വിശദമായിട്ട് കണ്ടതാണ്. അപ്പോൾ in an outset it looked like a problem. പക്ഷേ അതിന്റെ വ്യത്യാസം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസത്തിലാണ്. അത് ഒരു ആത്മീകമായ രീതിയിൽ അത് പര്യവസാനിക്കുമോ അതോ അത് ജഡീകമായ രീതിയിൽ അവസാനിക്കുമോ എന്നുള്ളതിന്റെ ഡിഫറൻസ്. It's the way it's been handled made the difference in the outcome. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അതിൽ തന്നെ പാപമല്ല. പലപ്പോഴും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരാം, അല്ലെങ്കിൽ ആശയ പൊരുത്തക്കേടുകൾ വരാൻ സാധ്യതയുണ്ട്. അതിൽ തന്നെ അത് പാപമാകുവാനായിട്ടുള്ള സാധ്യതയില്ല. എന്നാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അതൊരു പാപമായി മാറാം, അതൊരു വലിയൊരു പ്രശ്നമായി മാറാം, അതൊരു പിളർപ്പിലേക്ക് നയിക്കാം, പാപത്തിന്റെ പ്രവൃത്തികളിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കോൺഫ്ലിക്റ്റ് വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ആരും തന്നെ പകച്ചു പോകരുത്. റൈറ്റ്? ഇൻ ഫാമിലിയിലാണെങ്കിലും അല്ലെങ്കിൽ കൂട്ടുകാർ തമ്മിലാണെങ്കിലും സ്നേഹിതർ തമ്മിലാണെങ്കിലും സഭയിലാണെങ്കിലും രാഷ്ട്രത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എന്ത് സംഭവിക്കാം? കോൺഫ്ലിക്റ്റുകൾ സംഭവിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ കോൺഫ്ലിക്റ്റുകൾ സംഭവിക്കുമ്പോൾ അത് അതിൽ തന്നെ ആരംഭത്തിൽ പാപമല്ലാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയിച്ച് അത് എങ്ങനെ ഡീല് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ഔട്ട്കം നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. 6-ാം അധ്യായത്തിൽ വളരെ പ്രാർത്ഥനാപൂർവം അവർ അതിനെ കൈകാര്യം ചെയ്തപ്പോൾ അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ശക്തരായ 7 പേരെ തിരഞ്ഞെടുക്കുകയും അതിൽ നിന്നാണ് പിന്നീട് സ്തെഫാനോസും ഫിലിപ്പോസും എല്ലാം അല്ലെങ്കിൽ ആവിർഭവിക്കുവാൻ അല്ലെങ്കിൽ അവരെല്ലാം ലീഡർഷിപ്പിലോട്ട് വരുവാനായിട്ട് കാരണമായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തെ നമ്മൾ പരിഹരിക്കുന്നത്, എങ്ങനെയാണ് ഒരു കോൺഫ്ലിക്റ്റിനെ നമ്മൾ നേരിടുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് അതിൻ്റെ ഔട്ട്കം ആയിത്തീരുന്നത്. ഒരു കോൺഫ്ലിക്റ്റ് റോങ് ആയ രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ എന്തോ സംഭവിക്കും? അതൊരു പാപത്തിൽ ചെന്ന് അവസാനിക്കും. 2 പാർട്ടികളുടെയും ജീവിതത്തെ അത് കാര്യമായിട്ട് ബാധിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ ചർച്ചുകളുടെ സ്പിറ്റുകൾ,
കുടുംബങ്ങളുടെ വിള്ളലുകൾ, റിലേഷൻഷിപ്പിൽ വരുന്ന സ്ട്രെയിൻ, ഇതെല്ലാത്തിൻ്റെയും കാരണം ഒരു വളരെ നിസ്സാരമായ ഒരു കോൺഫ്ലിക്റ്റിൽ നിന്നാണ്. എന്നാൽ ആ നിസ്സാരമായ കോൺഫ്ലിക്റ്റിനെ the way it's been handled determines whether the outcome could be spiritual or it could be carnal. Praise the Lord. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാം, അതുണ്ടായി എന്ന് തന്നെയാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പൗലോസും ബർന്നബാസും തമ്മിൽ ഉഗ്രവാദമുണ്ടായി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിക്കാമല്ലോ. നമുക്ക് ആ അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനെ പിന്നീട് കാണുവാനായിട്ട് പോവുകയാണ്. അത് 14-ാം അധ്യായത്തിന്റെ അവസാനത്തെ ബാക്കി. സോറി, 15-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, 15-2. ഓക്കെ. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെ പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. അപ്പോൾ അവിടെയും നമ്മളൊരു തർക്കം കാണുകയാണ്. ഇനി 15-ാം അധ്യായത്തിന്റെ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസോ ശീലാസിനെ തിരഞ്ഞെടുത്ത് സഹോദരന്മാരാൽ കർത്താവിന്റെ കൃപയിൽ ഫരമേൽപ്പിച്ചിട്ട് യാത്ര പുറപ്പെട്ട് സുറിയ, കിലിക്കിയ ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോന്നു. അപ്പോൾ ഇവിടെ എല്ലാം കോൺഫ്ലിക്റ്റുകൾ സംഭവിക്കുന്നുണ്ട്. അതെല്ലാം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതാണ് ബൈബിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ റിയൽ ആയിട്ടുള്ളതായ ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ അതിനൊരു റിയാലിറ്റി ഉണ്ട്, അതിനൊരു ജീവനുണ്ട്, അല്ലെ? ജീവിതത്തോട് വളരെയധികം സാമീപ്യം പുലർത്തുന്നതായ വചനമാണ് ദൈവത്തിന്റെ വചനം. അല്ലാതെ ജീവിതത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ഇതിഹാസമോ അല്ലെങ്കിൽ ഒരു ഫിലോസഫിയോ ഒന്നുമല്ല. വളരെ അപ്ലിക്കബിൾ ആയിട്ടുള്ള, നമ്മൾ മലയാളത്തിൽ പറയുന്ന ചോരയും നീരും ഒക്കെ ഉള്ള ആ ഒരു വളരെ വളരെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും വളരെ വ്യക്തമായിട്ട് വിശദമാക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം. വളരെ റിയൽ, പച്ചയാണ് എന്ന് പറഞ്ഞാൽ there is no വളച്ചുകെട്ടുകളില്ല, നുണയില്ല, കഥകളില്ല. വളരെ റിയൽ ആയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മളോട് സംസാരിക്കുകയാണ്. അതാണ് വചനത്തിന്റെ ആ ഗംഭീര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് കെട്ടുകഥയല്ല. ഇതിൽ അതിൻ്റെതായ ഒരു പ്രായോഗികതയുണ്ട്, പ്രാക്ടിക്കാലിറ്റി ഉണ്ടെന്നെല്ലാം നമ്മൾ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഒരു സാഹചര്യം, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാഹചര്യം എപ്പോഴുമുണ്ട്. എന്നാൽ അതുണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ അതിനോട് പ്രതികരിക്കേണ്ടത്. ചിന്തിച്ചു നോക്കിയേ, ഏതൊരു കോൺഫ്ലിക്റ്റിലും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ഏതൊരു കോൺഫ്ലിക്റ്റിലും ആശയങ്ങൾ തമ്മിലുള്ളതായ വ്യത്യാസം കാണും. ആ സ്ഥലത്തിൽ നിന്ന് മാറി അത് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമായിട്ട് മാറുമ്പോൾ കോൺഫ്ലിക്റ്റ് വിൽ ബിക്കം വെരി വെരി ക്രൂഷ്യൽ. ഇപ്പോൾ ഈ 6-ാം അധ്യായത്തിൽ ആശയവും അതുപോലെ തന്നെ വ്യക്തികളും ഉൾപ്പെട്ടതായ ഒരു പ്രശ്നമാണ്, അല്ലെ? ആശയം എന്താണ്? വിധവമാരെ ഉപേക്ഷയായിട്ട് വിചാരിക്കുന്നു എന്നുള്ളത് ഒരു വളരെ ആശയപരമായിട്ട് അതിലൊരു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. പക്ഷെ അത്
പിന്നീട് അതൊരു പേഴ്സണലായ ഒരു രീതിയിലോട്ട് വരുവാനായിട്ടിടയായിട്ടുണ്ട്. കാരണം അതിൽ ആ സഭയിൽ ഉൾപ്പെട്ടവർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ആശയപരമായി മാത്രം നിൽക്കുന്ന കോൺഫ്ലിക്റ്റുകൾ സാധാരണഗതിയിൽ വ്യക്തികളെ ബാധിക്കാറില്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് രാജ്യത്തിന്റെ പൊളിറ്റിക്സിനെ കുറിച്ചൊരു അഭിപ്രായമുണ്ട് അല്ലെ? ആ അഭിപ്രായങ്ങൾ പറയുന്നതിൽ പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പോൾ അതിൽ തന്നെ പാപമല്ലാത്ത ഒരു പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ ഞാൻ പറയുന്നു, വേറൊരു ബ്രദർ മറ്റൊരു പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ പറയുന്നു. അതിൽ ഞങ്ങളുടെ ബെസ്റ്റൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു പ്രശ്നമില്ല. അദ്ദേഹത്തിന്റെ ആശയത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഓൺലി ദ കോൺഫ്ലിക്റ്റ് ഈസ് ഇൻ ദി ഐഡിയ, in the ആശയത്തിൽ അല്ലെ? എന്നാൽ അത് ആ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് വ്യക്തിപരമായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, ഞാനിങ്ങനെ എന്റെ ആശയം പറയുന്നു, അദ്ദേഹം എന്റെ ആശയം പറയുന്നു, ഇങ്ങനെ പറഞ്ഞു വന്ന് എവിടെയോ എന്റെ ഈഗോ ഒന്ന് ടച്ച് ചെയ്താൽ that will become personal. വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. നമ്മൾ പിളർന്നതായ നമ്മൾ സഭകൾ പിളർന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. കുടുംബങ്ങൾ തകർന്നു പോകുന്ന അനുഭവങ്ങൾ കാണുന്നു. അവിടെയെല്ലാം അതിന്റെ ആഴമായിട്ട് നമ്മൾ അതിനെ പഠിച്ചാൽ, when we start to study the root cause, it's all started with a conflict. ചെറിയ ഒരു കോൺഫ്ലിക്റ്റിൽ നിന്നായിരിക്കാം തുടക്കം. പക്ഷെ അത് അതിൻ്റെതായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാതിരുന്നപ്പോൾ അത് വ്യക്തിപരമായി മാറി, പേഴ്സണലായിട്ട് മാറി, പിന്നെ അതൊരു വ്യക്തിപരമായ അറ്റാക്കായി മാറി. അങ്ങനെ വരുമ്പോൾ അത് വളരെ ഗൗരവമേറിയ സംഭവമായി പിന്നീട് നികത്താനാവാത്ത ഒരു വലിയൊരു വിടവ് വരികയും കുടുംബങ്ങൾ തകരുന്നു, സഭകൾ തകർന്നു, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഞാനൊരു കാര്യം കൂടി നിങ്ങൾ എന്നോട് വേണമെങ്കിൽ, ഈ ഒരു ആശയം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് ആശയത്തിലുള്ളതായ ഒരു കോൺഫ്ലിക്റ്റ് ആണ് അല്ലെ? അല്ലാതെ പത്രോസിനോട് അവർക്ക് വല്ല വിഷമമുണ്ടോ? പേഴ്സണലായിട്ടൊന്നുമില്ല. എന്നാൽ പൗലോസും ബർന്നബാസും തമ്മിലുള്ളതായ വിഷയം ആശയപരമായിരുന്നുവെങ്കിലും പിന്നീട് അവർ വേർതിരിയത്തക്ക രീതിയിലുള്ള ഒരു ഉഗ്രവാദമായിട്ട് മാറി. ഇന്നും പൗലോസ് അത് ഹാൻഡിൽ ചെയ്തത് വളരെ മെച്യൂർഡ് ആണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. പിന്നീട് ശൗൽ അതിനെക്കുറിച്ച് പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവനായി മാറി. അപ്പൊ അതിന്റെ ആ ഒരു വിശകലനത്തിലേക്ക് ഞാൻ ഇന്ന് രാത്രി കാലം കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, the moment it will come personal, then we need to be extremely careful. ഈ ഒരു കോൺഫ്ലിക്റ്റ് നമ്മുടെ ഇന്നത്തെ ഏതെങ്കിലും സഭകളിൽ വന്നാൽ എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നത്? ഞാൻ ഇന്ന് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു ആത്മീയ ഉണർവിനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. എന്നാൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നാൽ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ആശയത്തോടുള്ള ബന്ധം. നമുക്ക് ബൈബിൾ സ്റ്റഡി ആണല്ലോ. അപ്പോൾ പത്രോസ് യെരുശലേമിലോട്ട് വന്നപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് വരികയാണ് പത്രോസ് അല്ലേ? വളരെ ശക്തമായൊരു മിഷൻ ചെയ്ത് വളരെ പ്രൈസ് റിപ്പോർട്ട് പറയാനായിട്ടുള്ള തീക്ഷ്ണതയിൽ വരുമ്പോഴാണ് പത്രോസിനോട് ഇവർ പറയുന്നത്, നീ ചെയ്തത് ശരിയായില്ല. അത് പത്രോസിനോടുള്ള വിരോധം കൊണ്ടല്ല. അവരുടെ ആർഗ്യുമെന്റ് എന്താണ്? അവരുടെ ആർഗ്യുമെന്റ് ഇസ് ബേസ്ഡ് ഓൺ ഓൾഡ് കവണന്റ് അല്ലേ? എന്താണ് അവർ പറഞ്ഞത്? You went to uncircumcised men and ate with them. അതിന്റെ മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഭക്ഷണമല്ല അവിടുത്തെ പ്രശ്നം.
ഓൾഡ് കവണന്റ് പെർസ്പെക്റ്റീവിൽ അഗ്രചരമികളായിട്ടുള്ളവരുമായിട്ടുള്ള സമ്പർക്കം, ഫുഡ് കഴിക്കുന്ന കൂട്ടായ്മ, അതൊന്നും ആ ഒരു പെർസ്പെക്റ്റീവ്, ജൂയിഷ് കസ്റ്റം പെർസ്പെക്റ്റീവിൽ അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് അംഗീകരിക്കുവാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇവിടെയാണ് കർത്താവ് ഒരു ഉപമ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഉണ്ടാക്കാറുണ്ടോ? ഇല്ല. പഴയ തുരുത്തിയിൽ എന്ത് ചെയ്യാറില്ല, ആക്കി വെക്കാറില്ല. പുതിയ തുണിക്കണ്ടം അല്ലേ, അത് പഴയതിനോട് ചേർത്ത് തുന്നാറില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് കമ്പാറ്റബിൾ. നമ്മളെ ഉപമ ഒക്കെ പഠിച്ച കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. കമ്പാറ്റബിൾ അല്ല. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ വെക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതിന്റെ ഒരു വളരെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണിത്. പുതിയ നിയമത്തിന്റെ വ്യവസ്ഥകൾ പഴയ നിയമത്തിന്റെ തുരുത്തിയിൽ നമുക്ക് പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റുകയില്ല. അപ്പോൾ ഇതൊരു ആശയപരമായിട്ടുള്ളതായ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ, നമ്മുടെ ഈ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടന്ന കോൺഫ്ലിക്റ്റുകളൊക്കെ ഒന്ന് നമ്മൾ നോക്കിക്കേ. ഹൗ ഡിഡ് വി ഹാൻഡിൽ ഇറ്റ്? വ്യക്തിപരമായ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടോ? ആരെയും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നോവിച്ചിട്ടുണ്ടോ? ആശയപരമായ ഒരു കോൺഫ്ലിക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ശേഷം വ്യക്തിപരമായി അത് അവസാനിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഈ ദിവസങ്ങളിലൊന്ന് പരിശോധിക്കണം. ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറഞ്ഞ് കർത്താവെ, ആ സഹോദരനോടോ സഹോദരിയോടോ നമ്മൾ നിരപ്പ് പ്രാപിക്കേണ്ടതായ ഒരവസ്ഥയുണ്ട്. പക്ഷെ ഇവിടെ പത്രോസ് അതിനെ ഹാൻഡിൽ ചെയ്തതാണ്, വളരെ മെച്യൂർഡ് ആയിട്ടാണ് പത്രോസ് അതിനെ ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഫ്ലിക്റ്റ് ക്യാൻ കം, ബട്ട് ദ ഡിഫറൻസ് ഈസ് ഹൗ യു ആർ solving it, the approach towards the solution. Praise the Lord. ഇനി മറ്റൊരു ചിന്ത. പത്രോസ് 4-ാം വാക്യം എന്ന് പറഞ്ഞു, നാലാമത്തെ വാക്യം ഒന്ന് വായിച്ചു. പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞത്. പൗലോസ് ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞത്. But Peter began speaking and proceeded to explain to them in orderly sequence. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു അല്ലേ? പത്രോസ് പറഞ്ഞതിന് ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, രണ്ടാമതായിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, when we try to resolve conflict, don't മിസ് ദ ബിഗ് പിക്ചർ. മനസ്സിലായോ? അതിന്റെ ബിഗ് പിക്ചർ നമ്മൾ എന്ത് ചെയ്യരുത്, വിട്ടുപോകരുത്. The moment we miss the big picture, then the conflict can become personal. It can take different route. ഈ crucial conversations എന്ന് പറയുന്നതായ ഒരു സംഭവം ഞങ്ങൾ ട്രെയിനിങ്ങിലൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഒരു പക്ഷേ കേട്ടു കാണും. അപ്പോൾ ഒരു കൺവെർസേഷൻ ക്രൂഷ്യൽ ആകുന്നത് മനസ്സിലാക്കുവാൻ രണ്ട് പാർട്ടികൾക്കും സാധിച്ചാൽ അവിടെ ഒരു സൊല്യൂഷന് സാധ്യതയുണ്ട്. അപ്പോൾ തുടങ്ങുമ്പോഴേ ഒരു കൺവെർസേഷൻ ക്രൂഷ്യൽ ആകുന്നില്ല, അതിന്റെ കോഴ്സിൽ അതെന്തായി മാറുന്നു, ഒരു ക്രൂഷ്യൽ കൺവെർസേഷൻ ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടെ പത്രോസ് എന്ത് ചെയ്യുന്നു? ചുമ്മാ അങ്ങ് പറയുവാണോ പത്രോസ് ചെയ്തത്? ആണോ? അല്ല. പത്രോസ് അവിടെ എഴുതിയിരിക്കുന്നത് 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്നുകൂടി വായിക്കാമോ? 4-ാമത്തെ വാക്യം. പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞത്. അപ്പോൾ Peter began speaking. Peter began explaining. Peter began explaining in an orderly sequence. ചുമ്മാ കാര്യങ്ങൾ പറയുകയായിരുന്നില്ല.
അതിനെന്ത് ചെയ്തു? വിശദമാക്കി എന്ന് മാത്രമല്ല, അതിനെന്ത് ചെയ്തു? അതിനെ വളരെ ഓർഡർലി ആയിട്ട് എന്ത് ചെയ്തു? എക്സ്പ്ലെയിൻ ചെയ്തു. ഓർഡർ തെറ്റിച്ചാൽ വിഷയത്തിന്റെ അർത്ഥം മാറും. ഫോർ എക്സാമ്പിൾ, ഈ വിഷൻ കണ്ട കാര്യം പത്രോസ് പറഞ്ഞില്ലെങ്കിലോ എന്തോ സംഭവിക്കുമായിരുന്നു? പത്രോസ് പറയുകയാണ്, ലക്ഷേ ഞാൻ ഒരു ആർഗ്യുമെന്റ് പെർസ്പെക്റ്റീവിൽ നിങ്ങളോട് പറയുകയാണ്. പത്രോസ് പറയുകയാണ്, എന്റെ സഹോദരന്മാരെ, നിങ്ങൾക്കിതിൽ എന്തോ കാര്യമുണ്ട്. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് അങ്ങ് ചെയ്തു. നിങ്ങൾ ആരാ എന്നോട് ചോദിക്കാൻ എന്നൊരു ധ്വനി പത്രോസിന്റെ വാക്കിൽ നിന്ന് വന്നാൽ എന്തായിരിക്കും ഇതിന്റെ ഔട്ട്കം? സഭ വിളരും. യെരുശലേം സഭ രണ്ടാകും. എന്നാൽ പത്രോസ് ആ ഒബ്ജക്ഷൻ കേട്ടപ്പോൾ അത് വ്യക്തിപരമായി എടുക്കാതെ അതിനെ ആശയപരമായ ഒരു കോൺഫ്ലിക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയ പത്രോസ് അതിനെ ആ രീതിയിലാണ് ഹാൻഡിൽ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കോൺഫ്ലിക്റ്റുകളിലെല്ലാം അതിന്റെ ആശയം എന്താണ്, അതിന്റെ ബിഗ് പിക്ചർ എന്താണെന്ന് മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരു എഫേർട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഇടുവാനായിട്ടിടയാക്കി. അപ്പോൾ ദ ഇന്റന്റ് മാറ്റേഴ്സ്. പത്രോസ് അവിടെ വിശദീകരിക്കുമ്പോൾ പത്രോസിന്റെ ഇന്റന്റ് എന്താണ്? ഇതിന്റെ ബിഗ് പിക്ചർ ഇവർ മനസ്സിലാക്കണം. ആ ഒരു ബിഗ് പിക്ചർ മനസ്സിലാക്കണം എന്നുള്ള ബോധ്യത്തോടെ പത്രോസ് സംസാരിക്കുകയും അത് മനസ്സിലാക്കാനുള്ളതായ ഒരു ആഗ്രഹം ഇവരുടെ മനസ്സിലുണ്ടാകുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു കോൺഫ്ലിക്റ്റ് ദൈവവചന അടിസ്ഥാനത്തിൽ റിസോൾവ് ആകുകയുള്ളൂ. ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളൂ. രണ്ട് പാർട്ടീസും ഇതിൽ എന്ത് ചെയ്യണം? ഒരുപോലെ സഹകരിച്ചെങ്കിൽ മാത്രമേ ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് ഇത് വരത്തുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതിന്റെ 18ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 18ാമത്തെ വാക്യം. 11:18. അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെ ആകയാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകുമല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു കോൺഫ്ലിക്റ്റ് ഒരു ഉണർവ് യോഗമായി മാറി. മനസ്സിലാക്കുന്നുണ്ടോ? ബ്യൂട്ടിഫുൾ. ഒരു കോൺഫ്ലിക്റ്റ് വന്ന സംഭവം ഒരു പ്രശ്ന പരിഹാര യോഗം എന്തായി മാറി? ഒരു ഉണർവ് യോഗമായി മാറി. എന്തോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് പത്രോസ് നമുക്ക് കാണിച്ചു തന്നത്. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഇന്ന് സംഭവിക്കുന്നത് ഉണർവ് യോഗമായി തുടങ്ങി എവിടെ ചെന്ന് അവസാനിക്കുന്നു? കോൺഫ്ലിക്റ്റിൽ അവസാനിക്കുന്നു. ഉണർവ് യോഗത്തിന്റെ പേരിൽ തുടങ്ങുന്നു, പിളർപ്പിൽ അവസാനിക്കുന്നു. ആത്മീകമായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുന്നു, ജഡീകമായതിൽ അവസാനിക്കുന്നു. മിനിസ്റ്റീരിയൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു, പൈശാചികമായിട്ടുള്ള ഒരു ഔട്ട്കമ്മിൽ നമ്മൾ പലപ്പോഴും എത്തുന്നു. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. എന്നാൽ ഇവിടെ കാണുന്നത് അവർ ദൈവത്തെ സ്തുതിപ്പാനായിട്ടിടയായിട്ട് അതിൽ അവർ ചെയ്ത കാര്യങ്ങൾ എന്താണ്? when they heard this എന്ന് പറഞ്ഞാൽ they were keen in listening to Peter. അല്ലേ? അവരെന്ത് ചെയ്തു? അത് കേട്ടു. അതിന്റെ 18ാമത്തെ വാക്യം ഒന്നുകൂടി വായിക്കാൻ വേണ്ടി. they heard this. അവരത് കേട്ടപ്പോൾ അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. ആയാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി
മാനസാന്തരം നൽകുമല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. Praise the Lord. അവർ അതിനെ കേട്ടു, വളരെ ക്ഷമയോടെ കേട്ടു. ഒരു ലിസണിങ് സ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് വേണം. We should be slow to anger. We need to listen more. ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കും. പലപ്പോഴും നമ്മൾ സംസാരിക്കുവാൻ വ്യഗ്രത കൂട്ടുന്നവരാണ്. ഞാൻ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാ പറയുന്നത്. But are we ready to listen more and speak less? ഈ പാരഗ്രാഫിൽ ആരാ കൂടുതൽ സംസാരിച്ചത്? പത്രോസ് ആണോ അവരാണോ? പത്രോസ്. അവരെന്തോ ചെയ്തു? They listened. ഇന്നൊരു കോൺഫ്ലിക്റ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന പരാജയം എന്ന് പറയുന്നത് രണ്ടു കൂട്ടർക്കും ഒരുപോലെ സംസാരിക്കണം, അല്ലേ? When both the parties try to speak at the same time, there could be more personal attack. ഇവർ പത്രോസ് സംസാരിക്കുമ്പോൾ ഇവരെന്ത് ചെയ്തു? ഒരു മൗനമായിരുന്നു. ഞാൻ വേറൊരു ഉദാഹരണം കൂടെ കാണി, നമ്മൾ അത് വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. എരുസലേം കൗൺസിലിന്റെ കോൺഫ്ലിക്റ്റിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കാം. 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കാം. അതിന്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ജനസമൂഹമെല്ലാം മിണ്ടാതെ ബർന്നബാസും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. ആ പദം ശ്രദ്ധിക്കണം. അവരെന്ത് ചെയ്തു? കേട്ടുകൊണ്ടിരുന്നു. അടുത്ത വാക്യമാണ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത്. അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്. മതി. അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്. പറഞ്ഞു നിർത്തുന്നതിന് മുൻപാണോ? അല്ല, അവർ പറഞ്ഞു നിർത്തിയപ്പോൾ എന്തൊരു ജെന്റിൽമാനാണ്, എന്തൊരു മെച്യൂർഡ് ആയിട്ടാണ് യാക്കോബ് അവിടെ ഇടപെടുന്നത്. അവർ പറഞ്ഞു തീർന്നപ്പോൾ യാക്കോബ് സംസാരിച്ചു. നമുക്ക് പറഞ്ഞു തീരാൻ സമയമില്ല. അതിനു മുമ്പ് നമുക്ക് എന്തോ ചെയ്യണം? സംസാരിക്കണം. We want to speak first before somebody else finish. നമ്മുടെ പല കമ്മിറ്റികളും പല ജനറൽ ബോഡികളും എന്തിനേറെ പറയും, നമ്മുടെ വീടുകളിലെ പല അവസ്ഥകളും ഒക്കെ എടുത്തു നോക്കിക്കേ. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹു ഈസ് ഫസ്റ്റ്, അല്ലേ? ഞാൻ പറയണം, എന്റെ ആശയങ്ങളായിരിക്കണം ആദ്യം അങ്ങനെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളാണ് പലപ്പോഴും പരാജയത്തിൽ ചെന്ന് അവസാനിക്കുന്നത്, പലപ്പോഴും പലവിധമായ ട്രാജഡീസിൽ ചെന്ന് അവസാനിക്കുന്നത്. ലോകപ്രകാരം എത്രയോ കൊലപാതകങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. We need to be extremely careful how to handle a conflict. ഇവിടെ പത്രോസ് വളരെ വിശദമായിട്ട് അതിനെ വിശദീകരിക്കുകയാണ്. അത് മാത്രമല്ല, മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത് ജനം, ദി ഓപ്പോസിറ്റ് പാർട്ടി, അല്ലെങ്കിൽ മറ്റേ എതിർ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ശരിയല്ല, ദി അതർ പാർട്ടി വളരെ ക്ഷമാപൂർവം അത് കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഉണ്ടായപ്പോൾ, അങ്ങനെ സംഭവിച്ചപ്പോൾ പ്രശ്ന പരിഹാര മീറ്റിംഗ് എന്തായി മാറി? ഒരു ഉണർവ് യോഗമായി മാറി. ഇറ്റ് ഈസ് നോട്ട് ദ അതർ വേ അറൗണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ലീഡർഷിപ്പ് പൊസിഷനിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ജോലി സ്ഥലങ്ങളിലാണെങ്കിലും ആർ വി പീസ് മേക്കേഴ്സ്? കർത്താവ് പറഞ്ഞു, നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാൻ.
ഇവിടെ പത്രോസ് വളരെ വിശദമായിട്ട് അതിനെ വിശദീകരിച്ചു. ഇൻ ദ ഓർഡർലി വേ ഹി എക്സ്പ്ലെയിൻ ദ ഇന്റന്റ് വാസ് ടു സോൾവ്. പത്രോസിന്റെ ഇന്റന്റ് ജയിക്കാനായിരുന്നെങ്കിൽ എന്തോ സംഭവിക്കുമായിരുന്നു? പരാജയപ്പെടുവാൻ. പത്രോസിന്റെ ഇന്റന്റ് ഞാൻ ജയിക്കണമെന്നുള്ളതായിരുന്നില്ല, മറിച്ച് ഇതിന്റെ പിന്നിലുള്ള വൈ ഫാക്ടർ, എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്തതെന്ന് ഇവർ അതുപോലെ മനസ്സിലാക്കണം. ആ ഒരു ഉദ്ദേശത്തോടുകൂടി പത്രോസ് ഹിസ് ഇന്റന്റ് വാസ് സോ ക്ലിയർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ക്രൂഷ്യൽ കൺവെർസേഷനിലേക്ക് ഞാൻ തിരിച്ചു പോകുമ്പോൾ അതിൽ ആ കൺസെപ്റ്റിൽ പറയുന്ന ഒരു കാര്യം, if 50% of the time or more than 50% of the time your intent will determine whether the conflict will solve or not. ഇപ്പൊ ഞാനും ഒരു ബ്രദറും ഒരു പ്രശ്നമുണ്ടായി, എന്റെ ഇന്റന്റ് അത് സോൾവ് ചെയ്യാനല്ല എങ്കിൽ ഞാൻ സംസാരിക്കുവാനായിട്ട് വന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. If I decide in my mind that I need to win, let me tell you, in the beginning itself, I can tell that the conversation is not going to end anywhere. പക്ഷേ നമ്മുടെ ഇന്റന്റ് ഇതൊന്ന് മനസ്സിലാക്കണമെന്നുള്ള ആശയമാണെങ്കിൽ മറ്റേ പാർട്ടി വിജയിച്ചാലും കുഴപ്പമില്ല, എന്റെ ആശയം അവർക്ക് മനസ്സിലാക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ വളരെ വിശദമായിട്ട് നമുക്കതിനെ സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കുവാനും ഒരു സൊല്യൂഷനിലേക്ക് വരുവാനും സാധിക്കും. ഇനി അടുത്തതായ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ അതിന്റെ പീക്ക് പോയിന്റ് എവിടെയാണ് അവർ കൺവിൻസ് ആയത് എന്ന് നമുക്ക് നോക്കാം. ഞാനിതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട് ആണ് പറയുന്നത്. അതിന്റെ 15, 16, 17 വാക്യങ്ങളൊന്ന് വായിക്കാം. 15, 16, 17. ഏതധ്യായ ഭാഷ? 11-ാം അധ്യായം. 11-ാം അധ്യായം. നമ്മൾ 11-ാം അധ്യായത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. 11-ാം അധ്യായത്തിന്റെ ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേലെന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്കോർത്തു. അടുത്ത വാക്യം കൂടെ. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആർ? Praise the Lord. The way he explained was, I was on God's side. അല്ലേ? എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ഇതിനോട് എതിർത്താൽ നിങ്ങൾ ആരോടായിരിക്കും എതിർക്കുന്നത്? ദൈവത്തോടായിരിക്കും എതിർക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകണം. അല്ലേ? അതിൽ എത്ര പ്രാവശ്യം പറഞ്ഞു? When I began to speak, the Holy Spirit fell upon them. എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് എൻഡോഴ്സ് ചെയ്തതല്ല, ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്, ഞാൻ അതിന്റെ ഭാഗമായി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ ആർക്കെങ്കിലും മത്സരിക്കണമോ? നിങ്ങൾ മത്സരിച്ചോ. പക്ഷെ ആരോടായിരിക്കും മത്സരിക്കുന്നത്? ദൈവത്തിന്റെ ആശയത്തോടായിരിക്കും മത്സരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പലപ്പോഴും നമ്മുടെ കോൺഫ്ലിക്റ്റുകൾ സോൾവ് ആകാത്തതിന്റെ കാരണം ഇതിൽ ആരുടെ ഭാഗത്തു നിന്നാണ് ദൈവത്തിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായതെന്ന് തീർത്ത് പറയാൻ ആർക്കും സാധിക്കുന്നില്ല. രണ്ടും ജഡീകമായ താല്പര്യങ്ങളുടെ പുറത്തുണ്ടായ ആശയങ്ങളാണെങ്കിൽ ദൈവത്തിന് അതിൽ ഇൻവോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവം അവിടെ ഇവിടെ ദൈവത്തിന്റെ ഇക്വേഷനിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. ദ സ്റ്റാർട്ടിങ് പോയിന്റ് ഈസ് ഗോഡ്സ് വിഷൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ഒരു പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ സഭയിൽ ഹെൽത്തി ആയിട്ടുള്ളതായ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയുള്ളൂ. ഇവിടെ പത്രോസിന് നല്ല ഉറപ്പുണ്ടെന്ന്. സഹോദരന്മാർ, ഇത് എന്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയമല്ല, ഞാനും നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനാണ്.
നിങ്ങൾക്കായിരുന്നു സംഭവിച്ചതെങ്കിൽ എനിക്കും ഈ ചോദ്യം ഉണ്ടാകാം. അവർക്ക് ആശ്വാസമായി അത് കേട്ടപ്പോൾ. അല്ലാതെ പത്രോസ് അവരെ പ്രതികൂട്ടി നിർത്തുകയല്ലായിരുന്നു. സഹോദരന്മാരെ, ഞാനും നിങ്ങളെ പോലെ സംശയാസ്പദനായ വ്യക്തിയാണ്. ഞാനും ദൈവത്തോട് 3 പ്രാവശ്യം ചോദിച്ചു, ഞാനും സംശയിച്ചു. പക്ഷെ ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. പരിശുദ്ധാത്മാവ്, അവിടെ ഒരു വാചകം കൂടെ പത്രോസ് പറഞ്ഞു, അവരുടെ മേൽ വന്നതുപോലെ എൻ്റെ മേലും നമ്മുടെ മേലും നമ്മുടെ മേൽ വന്നതുപോലെ അവരുടെ മേലും വരുവാനായിട്ടിടയായത്. എന്നിട്ട് പത്രോസ് ഒരു ചോദിക്കുകയാണ്. അതാണ് ക്ലൈമാക്സ്. ദൈവത്തോട് എതിർപ്പാൻ ഞാനാർ, അല്ലേ? അതല്ലേ പത്രോസ് പറയുന്നത്? Therefore, if God gave to them the same gift as he had given to us, who was that I could stand in God's way? അതൊന്നുകൂടി വായിക്കാമോ മലയാളത്തിൽ? ദൈവത്തോട് എതിർപ്പാൻ ഞാൻ ആരാ? ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആർ? ദൈവത്തെ തടുപ്പാൻ ഞാൻ ആർ? നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ വിചാരിക്കും ഞാനായിട്ട് തുടങ്ങിയതാണെന്ന്. നോ 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 നോ. Even I was very difficult. I was in a very difficult position to be convinced by God. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യം, 3 പ്രാവശ്യം ആ ശബ്ദം എന്നോട് ഉണ്ടായിട്ടാണ് ഞാൻ തന്നെ ഇതിന് സൈനപ്പ് ചെയ്തത്. എന്റെ സഹോദരന്മാരെ, ഞാനും നിങ്ങളെ പോലെ മനുഷ്യനാണ്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി മാറുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇത് കേട്ടപ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ടപ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചു. ആരാധനായോഗമായി മാറി. ഉണർവിന്റെ ജ്വാല കലത്തുവാനിടയായിത്തീർന്നു. പിന്നീട് നമ്മൾ അവിടെ കാണുന്നത് അതിന്റെ 19ാമത്തെ വാക്യം നമ്മൾ അടുത്ത ആഴ്ച കാണുവാനിരിക്കുകയാണ്. 19ാമത്തെ വാക്യം എന്താ? അതൊന്ന് വായിക്കാമോ? 19ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്ക, കുപ്രോസ്, അന്ത്യോക്യ എന്നീ സ്ഥലങ്ങളോളം സഞ്ചരിച്ചു. അടുത്ത വാക്യം കൂടെ. അവരിൽ ചിലർ കുപ്രോസ്കാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. മതി. അപ്പോൾ അതിൽ കുറച്ചുപേർ യവനന്മാരോട് സുവിശേഷം പ്രസംഗിച്ചു. ഒരു കോൺഫ്ലിക്റ്റിൽ നിന്ന് തുടങ്ങിയതാണ് പിന്നീട് വലിയൊരു റിവൈവൽ ചെന്ന് അവസാനിക്കുവാനായിട്ടിടയായിട്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നടന്ന ദൈവപ്രവർത്തികൾ ഒരു പക്ഷേ ഇറ്റ് കുഡ് ബി an object of conflict, it could be. പക്ഷെ അത് വളരെ വിശദമായ രീതിയിൽ പരിശുദ്ധാത്മാവിൽ നിയോഗിതരായി നമുക്ക് ഈ ദിവസങ്ങൾ റിസോൾവ് ചെയ്യാനിടയായിട്ടുണ്ട്. പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങൾ, കുടുംബപരമായ വിഷയങ്ങൾ, സഭാപരമായ വിഷയങ്ങളായിക്കൊള്ളട്ടെ, അതിൽ ദൈവത്തിനൊരു പങ്ക് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും ദൈവപക്ഷത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു പ്രശ്നപരിഹാരത്തിന്റെ തുടക്കം ഒരു ഉണർവിന്റെ ജ്വാലയായി മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അങ്ങനെ നമ്മുടെ സഭകൾ മാറട്ടെ, അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ, അങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ മാറട്ടെ. അതിലെല്ലാം ഒരു കിങ്ഡം അജണ്ട എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കാണുവാൻ ഈ ദിവസങ്ങൾ നമുക്ക് സാധിക്കുമെങ്കിൽ ദൈവരാജ്യം നമ്മളിലൂടെ വ്യാപൃതമാകുവാനിടയായിത്തീരും. അതുകൊണ്ട് സമർപ്പണത്തോടെ നമുക്ക് പറയാൻ, കർത്താവേ, ഇങ്ങനെയുള്ളതായ ഒരു മെച്യൂരിറ്റി, ഒരു പക്വത എനിക്ക് തരണമേ. ആ രീതിയിലുള്ളതായ ഒരു സിസ്റ്റം ഉണ്ടാകുവാൻ എന്നെ നീ ഉപയോഗിക്കണം, എൻ്റെ കുടുംബത്തെ ഉപയോഗിക്കണം, എൻ്റെ സഭയെ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. തന്നെ സ്തോത്രം പൈസറോട്. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാസമയോ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി കർത്താവിന് ദാസോടിരിക്കണം, മഹത്വം കൊടുക്കണം.
താഴ്ച പരമേൽപ്പിക്കുന്ന സുയേശിന്റെ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. കർണോട് കേട്ട കൂട്ടത്തിനുമുള്ള നമ്മെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയും ആശ്വസിപ്പിച്ച് വഴി നടത്താവുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ഞങ്ങൾ ഓർത്ത് പുലർച്ച എല്ലാ കാര്യങ്ങളോടും അവിയ കർത്താവിന്റെ ഒരു ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് സന്ധ്യാസമയം ജയം നൽകി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഈ രാത്രികാലം ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിന് സ്തുതി കരേറ്റാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം. വചനം സംസാരിപ്പാൻ അഭിഷേകത്തോടെ കർത്താവിന്റെ ദാസനെ നമ്മുടെ മധ്യത്തിൽ കർത്താവ് കൂട്ടിവരുത്തിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കുടുംബമായ ദൈവദാസനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. മക്കളുമാർ രണ്ടുപേരെയും ഓർത്തുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. റിബേക്കയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സെമേനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവിന്റെ ദാസി ക്രിസ്തിയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് അവരെ കുടുംബമായി അനുഗ്രഹിച്ച് മാനിക്കട്ടെ. ഈ സെഷൻ ലീഡിയുടെ കർത്താവിന്റെ ദാസൻ തങ്കച്ചാനായി സ്തോത്രം. പാട്ടുപാടിയ പ്രിയ ജെയിംസിനായി സ്തോത്രം. വചനം വായിച്ച കർത്താവിന്റെ ദാസിക്കായി സ്തോത്രം. ലൈൻ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം. നമ്മുടെയും ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് പലപ്പോഴും ഹല്ലേലൂയ പല കോൺഫ്ലിക്റ്റുകളുടെ മുമ്പിൽ നാം ആയിട്ടുണ്ട്. ആ ഇടങ്ങളിലൊക്കെയും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവീയ ഹിതപ്രകാരം ദൈവത്തിന്റെ ഹല്ലേലൂയ ആലോചന പ്രകാരം ഓരോ കാര്യങ്ങളും തീരുമാനിപ്പാൻ തക്കോണം നമ്മുടെ തീരുമാനത്തിലെല്ലാം ദൈവത്തിന്റെ പങ്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചന ഉണ്ടായിരിക്കണം. അതിനായിട്ട് നമുക്ക് ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. ലൈൻ പങ്കെടുത്ത് എല്ലാവരും ഉള്ള നന്ദി അറിയിക്കുന്നു. നാളെ രാവിലെ 5 മണിക്ക് വീണ്ടും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ടല്ലോ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടി വരാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. യേശുവിൻ കൂടെ അരികിലുണ്ടല്ലോ. വേദനയേറിടുമ്പോ ശോധനയേറിടുമ്പോ വേദനയേറിടുമ്പോ ശോധനയേറിടുമ്പോ യേശുവിൻ കൂടെ